ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഈ ഡിസോർഡർ എന്നുള്ളത്. അതായത് മറ്റുള്ളവരെ ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ കാണുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിന് 8 ക്രൈറ്റീരിയ ആണുള്ളത്. ആ ഒരു ഡിസോർഡർ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിൽ 8 ക്രൈറ്റീരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്ത് തീരുമാനം എടുക്കുമ്പോഴും മറ്റുള്ളവരുടെ ഉപദേശം വേണം. അതല്ല, ഇനി സ്വയം തീരുമാനം എടുക്കുകയാണെങ്കിലും അത് ആരെങ്കിലും ഒന്ന് ഉറപ്പിച്ച് തരണം, ഇത് ശരിയാണ് നിൻ്റെ തീരുമാനം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഡൻസി, അതായത് ഇപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡെയിലി നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സ്, ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് മുതൽ ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് വരെ എന്ത് കാര്യമാണെങ്കിലും വേറൊരാളുടെ അടുത്ത് ചോദിച്ചിട്ട്, അതിപ്പം അവരുടെ ലൈഫിൽ എപ്പോഴും അവർ ആരെങ്കിലും വെക്കും. അതൊരു ഒരിക്കൽ ചിലപ്പോൾ അത് പാർട്ട്ണറായിരിക്കാം, പാരൻസ് ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടാവും. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആളുകൾ അവർക്ക് ഉണ്ടാവും. അവരെല്ലാ കാര്യങ്ങൾക്കും എന്ത് തീരുമാനം എടുക്കുമ്പോഴും അവർ ഡിപ്പെൻഡ് ചെയ്യാതെ, അവരുടെ അടുത്ത് നിന്ന് ഒരു റീഅഷ്യൂറൻസ് എങ്കിലും കിട്ടാതെ ഒരു തീരുമാനം ഇവർ എടുക്കില്ല. 2, ഇവരുടെ ഒരു ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെ അവർ സ്വയം ഏറ്റെടുക്കില്ല. അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെ വേറെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നവരാണ്. അതായത് അതിനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. എൻ്റെ സ്വന്തം കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ളൊരു ധൈര്യമില്ല, എന്തോ ഒരു പേടി, ഒരു ധൈര്യക്കുറവുള്ള ആളുകളായിരിക്കും ഇവർ. 3, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇവരുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടാവും ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ മിക്കവാറും പാർട്ട്ണറൊക്കെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പം പാരൻറ്റോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും, ഒരാളുണ്ടാവും. അപ്പം ആ ആളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇവരത് പുറത്ത് കാണിക്കില്ല. കാരണം അവർക്ക് പേടിയാണ്, ഞാൻ അവരുടെ അഭിപ്രായത്തിന് എതിരായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഉപേക്ഷിച്ച് പോവുമോ, എനിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അതെപ്പോഴും ഉണ്ടാവും ഇവർക്ക്. 4, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ, അതിപ്പോൾ എന്ത് കാര്യമൊക്കെ, ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, ഒരു സ്വയം ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വിഭവം കുക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അതല്ല ഒരു പുതിയൊരു ജോലിക്ക് കയറുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിലുള്ള എന്തെങ്കിലും ഒരു വർക്ക് ആയിക്കോട്ടെ, അതിന് ഇവർക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കാതെ ഇവർക്കത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പുതിയൊരു സാധനം, ഒരു പ്രോജക്റ്റ് ചെയ്യണം, ഓക്കെ, പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും. അവരെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആരെങ്കിലും അവരുടെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആരാന്ന് വെച്ചാൽ അവർ വന്നിട്ട് ഒന്ന് പറയണം, വാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലും മാത്രമേ, അല്ലെങ്കിൽ ഒരു പിന്തുണ ഇല്ലാതെ എല്ലാം റെഡി ആണെങ്കിലും സ്വയമായിട്ട് ചെയ്യാനുള്ള എല്ലാ കഴിവുകളുണ്ടെങ്കിലും അവർ ആ സാധനം ആ ഒരു കാര്യം അവർ ചെയ്യില്ല. അപ്പോൾ എന്ത് പ്രോജക്റ്റ് ചെയ്യണമെങ്കിലും അവർക്ക് മറ്റൊരാളുടെ ഒരു സഹായം അവർക്ക് ആവശ്യമാണ്. ഇത് ഇമോഷണലായിട്ടൊരു സപ്പോർട്ടാണെങ്കിൽ പോലും അതവർക്ക് ആവശ്യമാണ്. 5, ഇപ്പം അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ. അപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാൻ തയ്യാറാവും. കാരണം അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാമ്പറിങ് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം ടയേർഡായിട്ട് വീട്ടിൽ വന്നു, ഇന്നിനി എവിടെയും പോകാനില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ച് വന്നതാണെങ്കിലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ, അവരുടെ പാർട്ട്ണറോ ആരോ ആയിക്കോട്ടെ, പറയുകയാണ് നമുക്ക് പുറത്ത് പോകാം, ബീച്ചിൽ പോകാം എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇല്ല എനിക്ക് വയ്യ, ഞാൻ കിടക്കുകയാണ്, നിങ്ങൾ പൊയ്ക്കോളൂ, അതല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ദിവസം പോകാം, ഇങ്ങനെ പറയില്ല. അത് വയ്യെങ്കിലും എന്താണെങ്കിലും അവരുടെ കൂടെ പോകും. അത് എന്ത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ. ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് അത്ര പ്ലസൻ്റ് അല്ല, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും മറ്റേ ആളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പിന്തുണ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു പേടിച്ചിട്ട്, പോയില്ലയോ എന്നുള്ളത് മറ്റേ ആൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പോകുന്നു പേടിച്ചിട്ട് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. 6, ഒറ്റയ്ക്കാവുന്നൊരു സാഹചര്യത്തിന് ഭയങ്കരമായിട്ട് പേടിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ദിവസം ഒറ്റയ്ക്കാവുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ആകെ ടെൻഷനായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ഇനി 7, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ അവരുടെ അടുത്ത് നിന്നും പോയി,
അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അതിന് പകരം വെക്കാൻ ഒരാളെ ഇവർ കണ്ടുപിടിച്ചിരിക്കും. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു ആരെങ്കിലും നമ്മളെ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരാൾ ഇവരുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ മരിച്ചു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഉടനെ ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കണം. അതിലൊരു ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ച് പോവുക, അല്ലെങ്കിൽ വേറൊരു നാട്ടിലേക്ക് പോവുക, അതല്ലെങ്കിൽ പാർട്ട്ണറിനെ ആയിക്കോട്ടെ ബ്രേക്കപ്പ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഡിവോഴ്സ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവന്ന് വെക്കാനുള്ളത്. അതിപ്പം മറ്റേ ആൾ എങ്ങനത്തെ ആളാണോ എന്താണോ ഒന്നും നോക്കാതെ ഉടനെ ചാടിക്കയറി വേറൊരാളുമായിട്ട് അതേപോലത്തെ ഒരു ബന്ധം, കാരണം ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു കരുതലും ആ ഒരു എന്താ പറയുക ഒരു പാമ്പറിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടാവും. എട്ടാമത്തെ അവസാനത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും പേടിയായിരിക്കും. ഞാൻ ഒറ്റപ്പെട്ടു പോവോ, എല്ലാവരും ആരെങ്കിലും ഇല്ലാതായാൽ, ഞാൻ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളില്ലാതായാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു റിയലിസ്റ്റിക് അല്ലാത്തൊരു ചിന്തകൾ എപ്പോഴും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു പേടിയോട് കൂടിയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 8 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 5 എണ്ണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം ഇത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, അഥവാ ഉണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കാരണം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആങ്സൈറ്റി, ഓൾറെഡി ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് നമ്മളൊരു ഫങ്ഷൻ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എത്താൻ സാധ്യതയുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം നമുക്ക് അവിടെ എത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഡിപ്രസ്ഡ് ആവുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റിപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ഇങ്ങനെ മാറ്റി വയ്ക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഇല്ലാതെ ഞാനിത് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതിന് പറ്റില്ല എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് പല കാര്യങ്ങളും മാറ്റി വെച്ച് പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പൊതുവെ ആളുകൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ നമുക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇതിൽ 5 ക്രൈറ്റീരിയ ആണെങ്കിൽ നമ്മളത് പറഞ്ഞ് അവരുടെ അടുത്ത് പറഞ്ഞ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമ്മളതിനുള്ള തെറാപ്പി എടുക്കണം. കൂടുതലിപ്പം ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മെഡിസിൻ അത് വേണമെങ്കിൽ എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ തെറാപ്പി വേണം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പം അത് എന്തായാലും ഇങ്ങനെ ഇതിൽ 5 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്.